നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്നൊരു തിരുവോണ ദിവസമാണ്. സ്വാഭാവികമായും മലയാളികൾ വിചാരിക്കുക ഇന്നത്തെ ദിവസമെങ്കിലും ചാനലുകാർക്ക് ഈ ബഹളവും അല്ലെങ്കിൽ അടിത്തടയുള്ള ചർച്ചകളൊക്കെ ഇല്ലാതിരുന്നൂടെ എന്നാണ്. നമ്മളും ഇന്ന് തിരുവോണ ദിവസമല്ലേ, കുറച്ച് ഇപ്പോഴും വളരെ രൂക്ഷമായ ഭാഷയിൽ ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ പോർവിളികൾ നടത്തുന്ന രാഷ്ട്രീയക്കാരുമായി കുറച്ച് തിരുവോണ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാമല്ലോ എന്ന് കരുതിയാണ് നമ്മൾ ഈ ചർച്ച ആദ്യം ആലോചിച്ചത്. അപ്പോൾ നമുക്കൊപ്പം സന്തോഷപൂർവ്വം ഈ തിരുവോണ വിശേഷങ്ങളും അല്ലെങ്കിൽ അനുഭവങ്ങളും ഒപ്പം കുറച്ച് രാഷ്ട്രീയ ചൂടൊക്കെ പങ്കുവയ്ക്കാൻ ആദ്യമേ തയ്യാറായത് BJP-യിൽ നിന്നും സന്ദീപ് വാര്യർ, ഒപ്പം തന്നെ കോൺഗ്രസിൽ നിന്ന് രാജു പി നായർ, CPM-ൽ നിന്ന് SK സജീഷ്. ഒപ്പം ഈ വിഷയം നമുക്ക് പക്ഷേ പെട്ടെന്നൊരു വിഷയം വന്ന് ചാടുന്നു, സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യാതിരിക്കാൻ നിർവാഹവുമില്ല. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇന്നത്തെ ഒരു പ്രഖ്യാപനം നമുക്ക് ചർച്ചയിലേക്ക് വരാം. തിരുവോണ ദിവസം തിരുവോണത്തെക്കുറിച്ച് പറയാതെ മലയാളിയുടെ മുമ്പിലേക്ക് ഒരു ചർച്ച പോലും വയ്ക്കാൻ കഴിയില്ല. അതിഥികൾ ഓരോരുത്തരായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീ സന്ദീപ് വാര്യർ, എല്ലാവിധ ആശംസകളും. തിരുവോണ സദ്യയ്ക്ക് കഴിച്ച് വളരെ, എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ആലസ്യത്തിലായിരിക്കും പൊതുവെ ഇന്നൊരു ഒരു വീറുറ്റ പോരാട്ടത്തിന് രാഷ്ട്രീയക്കാർക്കും അത്ര ഒരു ത്രാടി ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഓണാശംസകൾ. ഇന്ന് വ്യക്തിപരമായിട്ടൊരു ഓണാഘോഷം ഉണ്ടായിരുന്നില്ല. വളരെ അടുത്തൊരു ബന്ധുവിൻ്റെ മരണം ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഈ വർഷം ഓണം ഉണ്ടായിരുന്നില്ല. പക്ഷേ സാധാരണ എല്ലാ മലയാളികളെയും പോലെ വീട്ടിൽ ഭക്ഷണം വെച്ച് വീട്ടുകാരോടൊപ്പം സമയം ചെലവഴിച്ചുകൊണ്ട് ഓണം തള്ളി നീക്കാനാണ് ഇന്ന് ശ്രമിച്ചത്. ഇന്ന് സാധാരണഗതിയിൽ ഈ ചർച്ചയ്ക്ക് വരണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങൾ വിളിച്ച് പറഞ്ഞ സമയത്ത് ഇതിലേക്ക് രാഷ്ട്രീയം ആദ്യം ഉണ്ടായിരുന്നല്ലോ, പിന്നീടാണ് രാഷ്ട്രീയ ചർച്ചയിലേക്ക് ഇത് വഴിമാറിയത്. തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നിങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും ഓണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ തവണത്തെ ഓണം പൊതുവെ മലയാളികൾ ആഘോഷിക്കുന്നതിൽ കുറച്ച് പിന്നോക്കം പോയിട്ടുണ്ട്. കാരണം നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ സഹജീവികൾ വയനാട്ടിൽ അനുഭവിച്ചിട്ടുള്ള ആ ദുരന്തം, അവിടെ ഇരകളാക്കപ്പെട്ട നമ്മുടെ സഹജീവികളോടുള്ള ഒരു സഹാനുഭൂതി, ഐക്യദാർഢ്യം എന്നുള്ള നിലയ്ക്ക് പൊതുവെ മലയാളികൾ ഇത്തവണ ഓണാഘോഷത്തിൽ ഒരല്പം കുറവ് വരുത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഓണമാണ്, ആഘോഷിക്കാതിരിക്കാനും വയ്യ. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവും, അവരൊരുപാട് പ്രതീക്ഷിക്കും. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര രീതിയിൽ ചെലവ് ചുരുക്കിയൊക്കെ ഓണം മിതമായ രീതിയിലൊക്കെ മലയാളികൾ എല്ലാവരും ആഘോഷിച്ചിട്ടുണ്ട്. വിപണിയിൽ പല സാധനങ്ങൾക്കും സപ്ലൈകോയിലൊക്കെ വിലക്കയറ്റം ഉണ്ടെങ്കിൽ പോലും അതിനെല്ലാം മറികടന്നുകൊണ്ട് ഓണം ആഘോഷിക്കാനുള്ള ഒരു ശ്രമം മലയാളികൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലം നമുക്ക് തെരുവിൽ കാണാനുണ്ട്. നല്ല തിരക്കുണ്ട്, റോഡിലൊക്കെ തിരക്കുണ്ട്, സ്ഥാപനങ്ങളിൽ തിരക്കുണ്ട്. എന്തായാലും മലയാളികൾ അവരുടെ ദേശീയോത്സവം ഭംഗിയായി ഓണം ആഘോഷിച്ച സമയമാണ്. നാട്ടിലെ ക്ലബ്ബുകൾ, അതുപോലെ തന്നെ പൊതു ഇടങ്ങൾ, പൊതുപരിപാടികളൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. ആ പരിപാടികളിലൊക്കെ ഇത്തവണ കണ്ടിട്ടുള്ള സവിശേഷത, എല്ലാ പരിപാടികളും വയനാട്ടിൽ നടന്നിട്ടുള്ള ആ ദുരന്തത്തിൽ ഇരകളാക്കപ്പെട്ട സഹജീവികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും അവർക്ക് ഒരു തുക മാറ്റിവെച്ചുകൊണ്ടുമാണ് മിക്ക ആഘോഷങ്ങളും നടക്കുന്നത് എന്നുള്ളത് ഈ കൂട്ടായ്മയുടെ, ഓണം മുന്നോട്ട് വയ്ക്കുന്ന കൂട്ടായ്മയുടെ, സഹജീവി സ്നേഹത്തിൻ്റെ ഒക്കെ ഏറ്റവും വലിയ ഉദാത്തമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഓണം അത് തീർച്ചയായിട്ടും വയനാട്ടുകാരോടൊപ്പം ഈ വിഷയത്തെ, ഈ പ്രകൃതി ദുരന്തത്തിൽ ഇരകളാക്കപ്പെട്ടവരോടൊപ്പമാണ് മലയാളികൾ മനസ്സുകൊണ്ട് ആഘോഷിച്ചിട്ടുള്ളത്. ശരി, അപ്പോൾ SK സജീഷ് നമുക്കിപ്പം സജീഷ്, ഈ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയം അങ്ങനെ പലവിധ വിഷയങ്ങൾ, ചർച്ചകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഒഴിവ് തേടി ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ മുതൽ നിങ്ങളുടെ നേതാവ് ശ്രീ EP ജയരാജൻ അടക്കമുള്ളവരുടെ ഓണവിശേഷങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹവും പറഞ്ഞ് എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും തിരുവോണ ദിവസം, ഉത്രാട തിരുവോണ ദിവസങ്ങളിൽ ഞാൻ വീട്ടിലുണ്ടാവുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ മലയാളികളുടെ ഒരു ഏറ്റവും വലിയൊരു സന്തോഷത്തിൻ്റെ സമയമാണ്. അപ്പോൾ താങ്കളും വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഓണം നമുക്ക് വീട്ടുകാർക്കൊപ്പം തന്നെയാണ് വേണ്ടത്. എങ്ങനെയാണ് ഇന്നത്തെ ഓണാഘോഷങ്ങളൊക്കെ? നന്നായി നടന്നോ? വീട്ടുകാർക്കൊപ്പമാണോ അതോ മറ്റാരെങ്കിലും ഒക്കെ ഒപ്പം കൂടുതൽ ഒരു സൗഹൃദത്തിന്റെ ഓണക്കാഴ്ചകളായിരുന്നു എന്ന്? തീർച്ചയായും ഓണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാം ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉത്സവം തന്നെയാണ്. ഇത്തവണത്തെ ഓണം നമ്മൾ ഓണത്തെ വരവേൽക്കുന്നുണ്ടെങ്കിലും നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം വയനാടിൻ്റെ ദുഃഖപൂർണമായൊരു അന്തരീക്ഷവും നമ്മുടെ മുന്നിലുണ്ട്. അതിൽ നിന്ന് മോചനം നേടിയ ആളുകളെ സഹായിക്കാനുള്ള ഒരു മനസ്സുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തവണത്തെ ഓണം പരിപാടികളെല്ലാം സംഘടിപ്പിച്ചത്. സർക്കാർ ഔദ്യോഗിക പരിപാടികളെല്ലാം ഓണത്തിൻ്റെ മാറ്റിവെച്ചെങ്കിലും സ്വാഭാവികമായും മറ്റ് ഓണാഘോഷ പരിപാടികളെല്ലാം കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഓണം നല്ല നിലയിൽ തന്നെ എല്ലാവർക്കും ആഘോഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ കൂടി ഉത്സവമാണല്ലോ ഓണം. ആ നിലയിൽ നമ്മുടെ ഐക്യവും മലയാളികളുടെ ആകെ മനസ്സിൻ്റെ ഒരു മഹിമയുമെല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ഓണം.
ആ നിലയിൽ സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം ഈ ഓണത്തിൻ്റെ ഭാഗമായി കൂടെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും നമുക്ക് അങ്ങനെ ഒത്തുചേരാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കുന്ന ഒരു ഉത്സവമാണല്ലോ ഓണം. ശരി, അപ്പോൾ ഇനി നമ്മുടെ അതിഥികളുണ്ടോ? രാജു പി നായരും വിനോദും റെഡി ആയിട്ടുണ്ടോ? ഇല്ല, നമുക്ക് എന്തായാലും അവരിലേക്ക് വരാം. അവർ തയ്യാറാവുന്ന മുറയ്ക്ക് നമ്മൾ അവരുടെ ഓണവിശേഷങ്ങൾ അറിയാം. തീർച്ചയായും ഇനി നമ്മൾ ആ രാഷ്ട്രീയ കുപ്പായങ്ങളിലേക്ക് നിങ്ങൾക്ക് മടങ്ങിയെത്താം, ചർച്ചയുടെ ആ ചൂടിലേക്ക് തിരികെ എത്താം. ശ്രീ സന്ദീപ് വാര്യർ, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. 2 ദിവസത്തിനകം തൻ്റെ രാജി ഉണ്ടാകും. അത് ജനങ്ങളുടെ മുമ്പിൽ അഗ്നിശുദ്ധി വരുത്തിയ ശേഷം ജനങ്ങളുടെ ഒരു തീരുമാനത്തിനനുസരിച്ച് താൻ ആ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇനി അങ്ങനെ മടങ്ങി വരുമെന്നാണ് ആദ്യം തന്നെ BJPയുടെ വക്താവിൻ്റെയൊക്കെ പ്രതികരണം വന്നിരിക്കുന്നത്. ഒരു PR സ്റ്റണ്ട് എന്നതിലുപരി ഒന്നുമില്ല എന്നാണ്. അങ്ങനെ തന്നെയാണോ, അതോ കെജ്രിവാളിൻ്റെ ഈ തന്ത്രം അത് അനുകൂലമായി അവർക്ക് മാറാനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെ കണക്കാക്കുന്നു? ഒന്നാം തരം കാപട്യക്കാരനാണ് അരവിന്ദ് കെജ്രിവാൾ എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമല്ലേ ഇന്ന് മുഖ്യമന്ത്രി പദം രാജിവെക്കുമെന്നുള്ള പ്രഖ്യാപനം. നോക്കൂ, 5-6 മാസം മുൻപ് ഈ കേസിൽ അകപ്പെട്ട് ജയിലിൽ പോയ ഒരു വ്യക്തി ഡൽഹിയുടെ ഭരണം മുഴുവൻ തുലാസിലാക്കി, ഡൽഹിയിലെ ജനങ്ങളെ മുഴുവൻ പ്രതിസന്ധിയിലാക്കി 5-6 മാസക്കാലം ജയിലിനകത്തിരുന്ന് ഡൽഹി ഭരിച്ച ഒരു മുഖ്യമന്ത്രി ഇപ്പം ജാമ്യം കിട്ടിയതിന് ശേഷം ഞാൻ രാജിവെക്കും എന്ന് പറയുന്നതിൽ എന്താണ് പ്രസക്തിയുള്ളത്? സാധാരണഗതിയിൽ ഒരു ദിവസം ജയിലിനകത്ത് പോയാൽ പോലും വേണ്ട, കോടതിയുടെ ഒരു പരാമർശം എതിരായിട്ട് വന്നാൽ പോലും രാഷ്ട്രീയ നേതാക്കൾ തങ്ങളുടെ മന്ത്രിസ്ഥാനം രാജിവെക്കുന്ന പാരമ്പര്യമുള്ള ഒരു നാടാണിത്. അവിടെയാണ് ഒരു മുഖ്യമന്ത്രി ഒരു അഴിമതി കേസിൽപ്പെട്ട് ജയിലിൽ പോയി 6 മാസക്കാലം ജയിലിൽ കിടന്നത്. ആ ജയിലിൽ കിടന്ന സാഹചര്യത്തിൽ രാജിവെക്കാതെ ജയിലിൽ നിന്ന് മോചിതനായതിനു ശേഷം ആണ് ഇപ്പോൾ അദ്ദേഹം രാജിവെക്കുന്നത്. രാജിവെക്കാതെ മറ്റ് നിവൃത്തിയില്ല എന്നുള്ളത് വേറെ കാര്യം. ഈ ബെയിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ബെയിൽ കണ്ടീഷനാണ് സുപ്രീം കോടതി കൊടുത്തിട്ടുള്ളത്. ആ ബെയിൽ കണ്ടീഷനിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഫയലുകളിൽ ഒപ്പിടാൻ പറ്റില്ല, സ്വന്തം ഓഫീസിനകത്ത് കയറാൻ പറ്റില്ല, ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തിക്കൂടാ, സാക്ഷികളെ സ്വാധീനിച്ചുകൂടാ. അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും കഠിനമായിട്ടുള്ള ബെയിൽ ചട്ടങ്ങൾ, അതായത് ബെയിൽ ചില നിബന്ധനകൾ വെച്ചിട്ടാണ് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ കെജ്രിവാളിന് ബെയിൽ കൊടുത്തിട്ടുള്ളത്. ആ ബെയിൽ വലിയ ആഘോഷമാക്കി എടുത്തിരിക്കുകയാണ്. ജാമ്യം കിട്ടിയതെന്തോ തന്നെ അക്യൂറ്റ് ചെയ്ത പോലെയാണ്, തന്നെ കോടതി നിരപരാധിയായി പ്രഖ്യാപിച്ചതുപോലെയാണ് ആം ആദ്മി പാർട്ടിയും കെജ്രിവാളും ഒക്കെ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവം എന്താണെന്ന് ആ കേസ് ഫോളോ ചെയ്ത എല്ലാവർക്കും അറിയാം. കെജ്രിവാളിന് കിട്ടിയിട്ടുള്ളത് ജാമ്യം മാത്രമാണ്. ഇന്ത്യയിലെ മറ്റു പല നേതാക്കന്മാർക്കും ഇതുപോലെ അഴിമതി കേസിൽ മുൻപും ജാമ്യം കിട്ടിയിട്ടുണ്ട്. ലാലു പ്രസാദ് യാദവിന് ജാമ്യം കിട്ടിയിട്ടില്ലേ? പിന്നീട് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആർക്കാണ് ജാമ്യം കിട്ടായിരുന്നിട്ടുള്ളത്? ചിദംബരം ജാമ്യത്തിലല്ലേ? രാഹുൽ ഗാന്ധി ജാമ്യത്തിലല്ലേ? അപ്പോൾ ഇത്തരം ആളുകളൊക്കെ, അഴിമതി കേസുകളിൽ പെടുന്ന ആളുകളൊക്കെ ജാമ്യത്തിൽ ഇറങ്ങുന്നത് സ്വാഭാവികം മാത്രമാണ്. ആ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ. മാത്രമല്ല, ഈ കേസിൻ്റെ മെറിറ്റിലല്ല ജാമ്യം കിട്ടിയിരിക്കുന്നത്, മറിച്ച് സിവിൽ ലിബർട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യന് കിട്ടേണ്ട സാമാന്യ നീതിയുടെ പേരിൽ മാത്രമാണ് ഈ ജാമ്യം അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട മെറിറ്റിലേക്ക് കോടതി പരിശോധിച്ചിട്ടില്ല. അറസ്റ്റിൻ്റെ ലീഗാലിറ്റിയെ ഈ വിധി ശരിവച്ചിരിക്കുകയാണ്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത രീതിയെയും അതിൻ്റെ ലീഗാലിറ്റിയെയും കോടതി പരിപൂർണമായും ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജാമ്യം ആഘോഷിക്കുന്ന വാസ്തവത്തിൽ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയാണ്. രാജിവെക്കുമെന്നുള്ള പ്രഖ്യാപനം അങ്ങേയറ്റം ജനങ്ങളെ കബളിപ്പിക്കലും, കെജ്രിവാൾ എന്ന് പറയുന്ന ഏറ്റവും വലിയ കാപട്യക്കാരൻ്റെ അദ്ദേഹത്തിൻ്റെ കാപട്യത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണിത്. രാജിവെക്കണമെങ്കിൽ എത്രയോ മാസം മുമ്പ് രാജിവെച്ച് പോയി ഡൽഹിയിലെ ഈ ഭരണസ്തംഭനം ഒഴിവാക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ടത് ചെയ്തില്ല? ഇപ്പോൾ കെജ്രിവാളിൻ്റെത് നാടകം മാത്രമാണ്, അതിലപ്പുറമായിട്ട് ഒന്നും തന്നെയില്ല. ശരി, ശ്രീ SK സജീഷ്, ഇപ്പോൾ അണ്ണാ ഹസാരെയുടെ ഭാഗത്തു നിന്ന് പോലും വലിയ വിമർശനം ഇന്നും അദ്ദേഹം ആവർത്തിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് ജനങ്ങളെ അല്ലാതെ സേവിക്കാനും വേണ്ട. പക്ഷേ ഒരു തരത്തിലും എൻ്റെ വാക്കുകളെ കേൾക്കാൻ കെജ്രിവാൾ തയ്യാറായിട്ടില്ല. ഒടുവിൽ സംഭവിക്കേണ്ടിയിരുന്ന എന്തോ അത് സംഭവിച്ചിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ ഇന്ത്യ സഖ്യവും ഇല്ലാതെയാണ് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒക്കെ വെവ്വേറെ രീതിയിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ കെജ്രിവാളിൻ്റെ ഈ വരവ് ഇന്ത്യ സഖ്യത്തിന് അങ്ങനെ എന്തെങ്കിലും ഒരു ഗുണമുണ്ടാക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ല. പക്ഷേ BJPക്കെതിരായ ഒരു പോരാട്ടത്തിന് കെജ്രിവാൾ ഈ രാജിവെക്കുന്നതും തുടർന്ന് ഡൽഹി തെരഞ്ഞെടുപ്പ് നേരത്തെ ആവുകയാണെങ്കിലൊക്കെ അങ്ങനെ ഒരു ഗുണകരമായ ഒരു മാറ്റം ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? അതോ ഈ പറയുന്ന പോലെ ഒരു PR സ്റ്റണ്ട് മാത്രമാണോ? അതോ ജനങ്ങൾക്ക് മുമ്പിൽ അഗ്നിശുദ്ധി വരുത്താമെന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ആത്മവിശ്വാസമാണ്? അല്ല, ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ആം ആദ്മി പാർട്ടിക്ക് അവരുടെ നിലപാടുകൾ ഉണ്ടാകും. ആ നിലപാടുകളെക്കുറിച്ചെല്ലാം നമുക്ക് അതുമായി ചേർന്നുകൊണ്ട് എല്ലാ അഭിപ്രായവും പറയാൻ വേണ്ടി കഴിയില്ല. പൊതുവേ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത്
രാജ്യത്ത് ജനാധിപത്യവും മതനിരപേക്ഷതയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഫെഡറലിസവും ഭരണഘടനയും എല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഇതെല്ലാം സംരക്ഷിക്കാനാവശ്യമായ ഒരു കൂട്ടായ്മയായിട്ടാണ് ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെടുന്നത്. ആ കൂട്ടായ്മയുടെ ശ്രമങ്ങൾ വിജയം കണ്ടിട്ടുണ്ട്. ആ വിജയമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 400 സീറ്റ് കിട്ടും, ഞങ്ങൾ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കും എന്നെല്ലാം പറഞ്ഞിട്ടും അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാതെ സഖ്യകക്ഷി സമ്മർദ്ദത്തിൽ ഭരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് രാജ്യത്ത് ഉയർന്നു വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ആ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഇന്ത്യൻ ജനാധിപത്യത്തിന് അനുകൂലമായി, മതനിരപേക്ഷതയ്ക്കും ഭരണഘടനയ്ക്കും ഫെഡറലിസത്തിനും അനുകൂലമായി നിലനിർത്തുക എന്ന ഉത്തരവാദിത്തം ഇതുമായി ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കുമുണ്ട്. ആ ഉത്തരവാദിത്വം പാലിക്കുന്നതിൽ ആം ആദ്മി പാർട്ടിയും ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, ഇവിടെ അന്വേഷണ ഏജൻസികളെയും സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്കെതിരായി ഉയരുന്ന എല്ലാ ശബ്ദത്തെയും ഇല്ലായ്മ ചെയ്യാനാണ് BJP പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. BJP അഴിമതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അഴിമതിയെ ദേശസാൽക്കരിക്കുകയാണ് BJP ചെയ്തത് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്തിൻ്റെ സർവ്വസമ്പത്തും കോർപ്പറേറ്റുകൾക്ക് കൈമാറി കൊടുക്കുകയും അതിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കോടാനുകോടികൾ ഇലക്ഷൻ ബോണ്ടിലൂടെ ആരും അറിയാതെ സ്വന്തം പാർട്ടിയുടെയും നേതാക്കന്മാരുടെയും അക്കൗണ്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു രാജ്യത്തുമില്ലാത്ത പുതിയൊരു തന്ത്രം അഴിമതിക്ക് തന്നെ രാജ്യത്ത് ആവിഷ്കരിച്ച പാർട്ടിയാണ് BJP എന്ന് നമുക്കറിയാം. ഇപ്പോൾ സുപ്രീം കോടതിയിൽ CPIM ഉൾപ്പെടെ ഇപ്പോൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ സഖാവ് സീതാറാം യെച്ചൂരി ഉൾപ്പെടെ നടത്തിയ കേസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇലക്ഷൻ ബോണ്ടുമായി ബന്ധപ്പെട്ട ഇത്രമേൽ വലിയ അഴിമതിയും കാര്യങ്ങളും ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് തന്നെ വരുന്നത്. കോടാനുകോടിയുടെ പണമാണ് BJP അതിലൂടെ സമ്പാദിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. അവരാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് ഇനി എന്താണ് ഇവർ വിൽക്കാൻ ബാക്കിയുള്ളത്? രാജ്യത്തിൻ്റെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇവർ വിറ്റ് കഴിഞ്ഞു. എല്ലാത്തിൻ്റെയും ബാക്കിയുള്ളതിൻ്റെ നേരെ അവർ കത്തിയോങ്ങി നിൽക്കുകയാണ്. ഇനി ഈ രാജ്യത്തൊന്നും അവശേഷിക്കുന്നില്ല. ഈ രാജ്യത്ത് മോദി പ്രധാനമന്ത്രിയായിരിക്കും, പക്ഷേ അതിൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നത് അദാനിയും അംബാനിയും കുറച്ച് കോർപ്പറേറ്റുകളുമായിരിക്കും. അവർക്കാണ് ഈ രാജ്യം പകുത്തു കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ സമ്പത്ത് മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഒരു കൂട്ടർ മറ്റുള്ളവർക്ക് നേരെ അഴിമതി ആക്ഷേപം ഉന്നയിക്കുകയും അവരെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്കെതിരായിട്ടുള്ള എല്ലാ ശബ്ദങ്ങളെയും ഇല്ലാതാക്കാനും എല്ലാമുള്ള പരിശ്രമമാണ് രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ജനങ്ങൾക്കെല്ലാം അറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തപ്പെടുക. അങ്ങനെയുള്ള വിലയിരുത്തൽ തന്നെയാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരത്തിലുള്ള എല്ലാ നിലപാടുകളും ഭാവിയിൽ തിരിച്ചടിക്ക് തന്നെയാണ് വഴിയൊരുക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ശരി, എന്താ രണ്ട് അതിഥിയിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഓണവിശേഷങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. നമ്മൾ ഈ വിഷയത്തിലേക്ക് കടന്നുകൊണ്ട് ശ്രീ വിനോദ്, നിങ്ങളുടെ പാർട്ടിയുടെ കൺവീനർ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഈ അഴിമതിക്കെതിരെ സന്ധിയില്ലാ പോരാട്ടം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഉണ്ടാകുന്നതും അദ്ദേഹം ഈ ഭരണ സാന്നിധ്യത്തിലൊക്കെ കയറുന്നത്. ഈ 6 മാസത്തോളം ജയിലിലിരുന്ന് താൻ ഭരിച്ചു കാണിച്ചു കൊടുക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇപ്പോൾ പുറത്തെത്തുമ്പോൾ പെട്ടെന്ന് 2 ദിവസം കൊണ്ട് രാജി പ്രഖ്യാപിക്കുന്നു. ഇനി ജനങ്ങളുടെ അപ്പോൾ കോടതിയിൽ നിന്ന് നീതി കിട്ടിയെന്ന് അദ്ദേഹം പറയുന്നത്. കോടതിയിൽ നിന്ന് നീതി കിട്ടുന്നില്ല, ഒരു സ്വാഭാവികമായ നടപടിക്രമം എന്ന നിലയ്ക്കാണ് ജാമ്യം അനുവദിക്കുന്നത്. കോടതിയിൽ അത് ഈ കേസ് തള്ളിപ്പോവുകയോ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ തെറ്റായിരുന്നു എന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല. ജാമ്യം നൽകുക എന്ന ഒരു കാര്യം മാത്രമേ കോടതി നിർവഹിച്ചിട്ടുള്ളൂ. അപ്പോൾ കോടതിയിൽ നിന്ന് നീതി കിട്ടി, ഇനി ജനങ്ങളുടെ നീതിയാണ് ആവശ്യം എന്ന് പറയുന്നതിലെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കുന്നില്ല. ഇതൊരു കൃത്യമായി ജനങ്ങളിലേക്ക് താൻ എന്തോ ഒരു തെറ്റായ കാര്യത്തിന് തന്നെ ഇരയാക്കപ്പെട്ടു എന്നൊരു പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു PR സ്റ്റണ്ട് നടത്തുന്ന തരത്തിലാണ് ഈ തീരുമാനമെന്നാണ് BJP അടക്കമുള്ളവർ ആരോപിക്കുന്നത്. അങ്ങനെ ആരോപിച്ചിട്ട് നമ്മുടെ രാഷ്ട്രീയമാണ്. ഇപ്പൊ ഇന്ന് തിരുവോണമാണ്. നമ്മൾ ഇത്തരം രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഇല്ലാതെ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു ട്വിസ്റ്റ് പോലെ ഈ വാർത്ത വരുന്നത്. സ്വാഭാവികമായിട്ട് അതുകൊണ്ടായിരിക്കുമല്ലോ നമ്മളൊക്കെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാനിരിക്കുന്നത്. BJPക്ക് അത് പറയാൻ വളരെ രാഷ്ട്രീയം. പക്ഷെ ഒരു കാര്യം, ഒറ്റ കാര്യം മനസ്സിലാക്കണം ദിവീഷ്, ഇവിടെ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. CBI എടുത്ത കേസിൽ ജാമ്യം കൊടുത്തു. നമ്മൾ കണ്ടതാണ്. CBI നിശ്ചിതമായി വിമർശിച്ച ഒരു ജാമ്യ ഉത്തരവായിരുന്നു അത്. അതെ, കൂട്ടിലടയ്ക്കപ്പെട്ട തത്ത എന്ന പ്രതീതി ഒഴിവാക്കണമെന്ന വളരെ വിമർശനവും കോടതി ഉന്നയിച്ചിരുന്നു. തീർച്ചയായിട്ടും. അതിനുശേഷം ED കേസിൽ, അതായത് ED കേസിൽ അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങാൻ പോകുന്ന ദിവസമാണ് CBI കേസെടുത്തതെന്നും അതുകൊണ്ട് തന്നെ കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയായി മാറാൻ പാടില്ല എന്നുമാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. ഒറ്റ കാര്യം മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ 2 ജാമ്യ ഉത്തരവിലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ ശ്രീ സന്ദീപ് വാര്യർ പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ എന്നൊക്കെ പറഞ്ഞു വെച്ചു. രാഷ്ട്രീയം പറഞ്ഞോട്ടെ. പക്ഷേ ഈ 2 സാധാരണ നമുക്കറിയാമല്ലോ, ഒരു ജാമ്യ ഉത്തരവ് കൊടുക്കുമ്പോൾ, ജാമ്യത്തിന്റെ ഉത്തരവെന്ന് പറയുന്നത് ട്രയലിൽ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട ചില നിരീക്ഷണങ്ങളൊക്കെ കോടതി വെക്കാറുണ്ട്.
പല കേസിലും പ്രതികൾക്ക് ജാമ്യം കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ജാമ്യം കൊടുക്കുന്നത്? കസ്റ്റഡി ആവശ്യമില്ല. അത് നിയമമാണ് ഞാൻ ഈ പറയുന്നത്. കസ്റ്റഡി ആവശ്യമില്ല, ഈ കസ്റ്റഡിയിൽ കിടക്കേണ്ട കാര്യമില്ല. പക്ഷെ ചില ഗൗരവപരമായിട്ടുള്ള പരാമർശങ്ങൾ, ഗൗരവമായ കേസ് എന്ന് പറഞ്ഞിട്ടാണ് പല കേസുകളും, പല അഴിമതി കേസുകളും പ്രതികൾക്ക് ജാമ്യം കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഈ കേസിൽ നിങ്ങൾ നോക്കൂ, നിയമം, ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയമല്ല പറയുന്നത്, നിയമം മാത്രമാണ് പറയുന്നത്. ഇതിൽ നോക്കൂ, ഈ കേസിൽ ഈ രണ്ട് ജഡ്ജ്മെന്റിലും, അതായത് ഇ ഡി കേസിൽ കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിലും ഒപ്പം CBIയുടെ ഈ സുപ്രീം കോടതിയുടെ ഈ വിധിന്യായത്തിലും എവിടെയെങ്കിലും ഈ പ്രതിക്കെതിരെ എന്തെങ്കിലും ഒരു പരാമർശം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടോ? ഇല്ല. കാരണം പിന്നെ ജാമ്യം കൊടുക്കുന്ന സമയത്ത് ട്രയലിലോട്ട് പോകുന്ന കേസിനാണ് സുപ്രീം കോടതിക്കും അല്ലെ മേൽക്കോടതിക്കും ഈ കേസ് മൊത്തം കള്ളമെന്നും പറയാൻ സാധിക്കത്തില്ല. കാരണം അത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമല്ല. ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റത്തെ അട്ടിമറിക്കുകയല്ല. അപ്പൊ കോടതി എന്താ ചെയ്തിരിക്കുന്നത്? ഈ കേസ് കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കില്ല, പൊട്ടിത്തെറിച്ച് 4 കഷ്ണമായി പോകുമെന്ന് ഈ നാട്ടിലെ മുഴുവൻ അതാണ് സന്ദീപ് വാര്യർ ഒരു കാര്യം പറഞ്ഞു. ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാർക്കും അറിയാം അദ്ദേഹം അഴിമതിക്കാരൻ. ശ്രീ സന്ദീപ് വാര്യർ, ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാർക്കും അറിയാം, ജനാധിപത്യ ബോധമുള്ള മനുഷ്യർക്ക് മുഴുവൻ അറിയാം, നിങ്ങൾ നിങ്ങളുടെ ഏജൻസികളെ കൊണ്ട് അദ്ദേഹത്തെ വേട്ടയാടിയതാണ് എന്ന്. ഇവിടെ ഏറ്റവും മനോഹരമായ, ജനാധിപത്യത്തിന്റെ ഏറ്റവും മനോഹരമായ ഏടാണെന്ന് ഞാൻ പറയും. ഞാൻ ആം ആദ്മിയുടെ പ്രസിഡന്റൊക്കെ അതിനുപരിയായിട്ട് സംസാരിക്കട്ടെ, ഒരു സാധാരണ മനുഷ്യൻ തന്നെ സംസാരിക്കട്ടെ. അദ്ദേഹം എന്താ ചെയ്തേ? സംഘപരിവാറി കേസ് ഉയർത്തിക്കൊണ്ടുവന്നു, രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവന്നപ്പോ എന്താ പറഞ്ഞത്? കീഴടങ്ങാൻ മനസ്സില്ലെന്നേ. സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിൽ കീഴടങ്ങാൻ മനസ്സിലാത്തത് കൊണ്ട് തന്നെയാണ് ജയിൽ കിടന്ന് ഭരിക്കുമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അദ്ദേഹം ആ സമയം ചോദിക്കുന്ന ചോദ്യമുണ്ട് മാധ്യമക്കാർ, എന്തുകൊണ്ട് അന്ന് രാജിവെച്ചില്ല, ഇന്ന് രാജിവെച്ചു? ഇദ്ദേഹത്തിന് ഇപ്പൊ ബെയിൽ കിട്ടിയിരിക്കുന്നത്, മുഖ്യമന്ത്രി ഓഫീസിൽ കയറാൻ കഴിയുന്നത്, അതുകൊണ്ടാണ് രാജിവെച്ചത്. അങ്ങനെയല്ല, അന്ന് സംഘപരിവാർ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന് മുമ്പിൽ മുട്ടുമടക്കാനും മാപ്പെഴുതാനും ഷൂ നക്കാനും ഞങ്ങളെ കൊണ്ട് താല്പര്യമില്ല എന്ന രാഷ്ട്രീയ സന്ദേശമാണ് ഇന്ത്യയിൽ ഞങ്ങൾ കൊടുത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇന്ന് കേജ്രിവാൾ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിമാരെ നിങ്ങളെ CBI ഉപയോഗിച്ച് വേട്ടയാടും, നിങ്ങൾ കീഴടങ്ങരുത്, നിങ്ങൾ ജയിൽ കിടന്ന് ഭരിക്കണം. ജയിൽ കിടന്ന് ഭരിക്കാൻ കഴിയത്തില്ല എന്നൊരു മുഖ്യമന്ത്രിയായ, തലയ്ക്കകത്ത് ബുദ്ധിയുള്ള, ആൾതാമസമുള്ള ഒരു വ്യക്തിക്ക്, ഒരു എഞ്ചിനീയർ ആയിട്ടുള്ള, ഒരു ബ്യൂറോക്രാറ്റ് ആയിട്ടുള്ള, ഇന്ത്യൻ സിവിൽ സർവീസ് ഉന്നതമായ മാർക്ക് വാങ്ങിച്ചിരിക്കുന്ന മനുഷ്യനെ അറിയത്തില്ലേ? പക്ഷേ സംഘപരിവാർ രാഷ്ട്രീയത്തിൽ കീഴടങ്ങാൻ താല്പര്യം. ഒരു കാര്യം വിനോദ്, ഇപ്പോ അദ്ദേഹത്തിന് അറിയാം ഇത് ഉള്ളിൽ കടന്ന് ഭരിക്കാൻ കഴിയില്ല. 6 മാസം ഒരു മുഖ്യമന്ത്രി സംവിധാനത്തിൽ ഇല്ലാതെ, ഇത് ജനങ്ങളല്ലേ, നിങ്ങൾ രാഷ്ട്രീയ പോരാട്ടമോ അല്ലെങ്കിൽ പ്രതിപക്ഷ ഭരണപക്ഷ പോരാട്ടമോ ഒക്കെ നടന്നുള്ളൂ. പക്ഷേ നാട്ടിലെ ജനങ്ങൾക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ നടക്കണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഒരാൾ ഉണ്ടാവണം. അയാളിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തങ്ങൾ നന്നായി നിറവേറ്റുകയും വേണം. ഇപ്പോൾ അവിടുത്തെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെള്ളം കയറുമ്പോഴും ഒക്കെയുള്ള ജനങ്ങളുടെ പ്രതിഷേധം കണ്ടതാണ്. അതിനൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് ശരിക്കും കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ ഒരാളില്ലാത്തതുകൂടി കാരണമാണ്. അപ്പോൾ അദ്ദേഹം ആദ്യമേ മാറി നിൽക്കാമായിരുന്നല്ലോ, ആദ്യമേ അദ്ദേഹത്തിന് മാറി നിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ. ശക്തനായ ഒരു നേതാവിനെ ഏൽപ്പിക്കുക, ഞങ്ങൾ ഭരിച്ചു കാണിക്കും എന്ന് പറയാമായിരുന്നല്ലോ. അപ്പോഴും നിയമത്തിന്റെ സാധ്യത കണക്കാക്കി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാമായിരുന്നില്ലേ? ഇപ്പോൾ മാത്രമാണോ പെട്ടെന്നൊരു ജനങ്ങളിലുള്ള നീതിയും അല്ലെങ്കിൽ ജനങ്ങളുടെ നിയമത്തിന് മുന്നിലുള്ള ഒരു അദ്ദേഹത്തിന്റെ സത്യസന്ധത തെളിയിക്കാനുള്ള ഒരു ആവേശം വന്നത്? ഞാൻ ഈ ചോദ്യം പ്രതീക്ഷയോട് തന്നെയാണ് ഞാൻ ഉത്തരം അങ്ങയോട് ആദ്യം പറഞ്ഞത്. ഞങ്ങളതല്ല കൃത്യമായിട്ട്, ഇത് രാഷ്ട്രീയ പാർട്ടിയല്ല, ഇത് ചാരിറ്റി അസോസിയേഷൻ ഒന്നുമല്ല, രാഷ്ട്രീയ പാർട്ടിയാണ്, രാഷ്ട്രീയമായി നിൽക്കുന്ന പാർട്ടിയാണ്, സംഘപരിവാറിനെ നേരിടുന്ന പാർട്ടിയാണ്, ഇന്ത്യയിൽ അതിവേഗം വളരുന്ന പാർട്ടിയാണ്. ശരി, എന്തായാലും രാഷ്ട്രീയ പാർട്ടിയാണ്, രാഷ്ട്രീയ തന്ത്രങ്ങൾ. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ രാജു പി നായർ, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യ സഖ്യം എന്ന നിലയിൽ നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതാണ്. പക്ഷേ ഇത്തവണ ഇപ്പോൾ ഹരിയാനയിൽ ഒത്തുപോകാൻ കഴിഞ്ഞില്ല. രണ്ടുപേരും രണ്ട് രീതിയിൽ തന്നെ മത്സരരംഗത്തേക്ക് വരുന്നു. അപ്പോൾ അതുകൊണ്ട് കെജ്രിവാളിൻ്റെ ഒരു വരവ് ഹരിയാനയിലോ അല്ലെങ്കിൽ ഇപ്പോൾ കെജ്രിവാൾ ആവശ്യപ്പെടുന്ന പോലെ നേരത്തെ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നറിയില്ല. അങ്ങനെ വന്നാലും കെജ്രിവാളിൻ്റെ ഒരു വരവ് ഇന്ത്യ സഖ്യത്തിന് ഗുണകരമാകുമോ എന്നറിയില്ല. കാരണം അതൊരു വേറൊരു സംവിധാനമായി തന്നെ അവർ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് കെജ്രിവാളിൻ്റെ ഈ വരവിനെയും ഈ രാജ്യപ്രഖ്യാപനത്തെയും കാണുന്നത്? അതൊരു മിയർ PR സ്റ്റണ്ട് എന്നതിലുപരി ഒരു സത്യസന്ധത തെളിയിക്കാനുള്ള ഒരു നല്ല നേതാവിൻ്റെ ശ്രമം, അല്ലെങ്കിൽ ജനങ്ങളുടെ കോടതിയിൽ ആ വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു നേതാവിനെയൊക്കെയാണോ താങ്കളും കാണുന്നത്? ഞാൻ ആദ്യമായിട്ട് ഇന്ന് തിരുവോണ ദിവസമാണ്. മാതൃഭൂമിയുടെ എല്ലാ പ്രേക്ഷകർക്കും തിരുവോണാശംസകൾ നേരുകയാണ്. തിരുവോണാശംസകൾ നേരുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ നമ്മുടെ പഴയ സുഹൃത്തുക്കളെയും ഒക്കെ കാണാൻ കിട്ടുന്ന അവസരമാണ് ആഘോഷവേളകൾ. CPM-ന്റെ സുഹൃത്തിനെ ഇന്ന് കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും അറിയിക്കുകയാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചു. കഴിഞ്ഞ ഒരു മാസമായിട്ട് കേരളത്തിൽ രാഷ്ട്രീയം പുകയുമ്പോഴും അവരെ കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം ഞാൻ പങ്കുവെക്കാം. ശരി, അത് ശ്രീ സജീഷ് സന്തോഷത്തോടെ തന്നെ എടുക്കുക, സൗഹാർദ്ദത്തിൽ തന്നെ എടുക്കുക. ഞാൻ ഓണമല്ലേ, അതുകൊണ്ട് ഞാൻ നഷ്ടപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ തിരിച്ചു കിട്ടുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കട്ടെ. അത് സജീഷിനെ കൂടെ ഒന്ന് കാണിക്കാം. സജീഷിനോട് ഫ്രെയിമിൽ കാണിച്ച സജീഷ് അത് ആസ്വദിച്ചു എന്ന് ഉറപ്പുവരുത്താമായിരുന്നു. സജീഷിനോട് ഒന്ന് സ്വിച്ച് ചെയ്താൽ സജീഷ് കേട്ടു എന്ന് കരുതുന്നു.
അല്ല സജീഷിനെ മാത്രമായിട്ടൊന്ന് കാണിച്ചോളൂ. ഒരു സെക്കൻഡ്. പോട്ടെ അതെന്താ. ശരി, സജീഷ് ഓക്കെയാണ്. സജീഷ് അത് കേട്ടു. ശരി, സജീഷെ കണ്ടതിൽ സന്തോഷം എന്ന് പറയായിരുന്നു. നമുക്ക് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിനെ ഇപ്പൊ കാണുന്നതിൽ വലിയ സന്തോഷം. പക്ഷേ ഞങ്ങള് സജീഷിന് ഒരു മറുപടി കേൾക്കാം അല്ലേ? സജീഷ് പറഞ്ഞോളൂ. അല്ല, ഞാനിപ്പോ മറ്റു കൂടുതലായ മറുപടിക്കൊന്നും പോകുന്നില്ല. ഒരു കാര്യം, ചില പ്രത്യേക അജണ്ട വെച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഞങ്ങളില്ലാത്ത സമയത്ത് ഒഴിഞ്ഞ പോസ്റ്റിലേക്ക് ഗോളടിക്കാൻ പലപ്പോഴും വലിയ സൗകര്യമാണെന്ന് തോന്നിക്കാണും. അതെല്ലാ കാലത്തും ഉണ്ടാകും എന്ന് കരുതണ്ട, അത്രമാത്രമേ പറയാനുള്ളൂ. ഏതായാലും ഓണത്തിന്റെ എല്ലാ ആശംസകളും കണ്ടതിലുള്ള സന്തോഷവും ഞാനും രേഖപ്പെടുത്തുന്നു. ശരി ശരി. അപ്പൊ തിരുവോണത്തിന്റെ സൗഹൃദവും സന്തോഷവും അല്ലേ? ഓക്കെ, ശരി. പ്രേക്ഷകർ മനസ്സിലായി. തുടരാം. ശരി, ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചോളം അദ്ദേഹം രാജിവെക്കുന്നതും ഇതൊന്നും നമ്മളിപ്പോൾ ഇന്ത്യ മുന്നണി ഒരു സംഘപരിവാറിനെതിരെയുള്ള രാഷ്ട്രീയത്തിൽ ചേരാവുന്ന എല്ലാവരെയും ഒരൊറ്റ അജണ്ടയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആ ഒരൊറ്റ അജണ്ട സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ ഈ രാജ്യത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള അജണ്ടയുടെ, അല്ലെങ്കിൽ അവർക്കൊരു സർവാധികാരം നൽകുന്നതിൽ നിന്ന് അവരെ പിടിച്ചു കെട്ടുക എന്നുള്ള വലിയ ഒരു രാഷ്ട്രീയ ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ മുന്നണി രൂപപ്പെടുത്തിയത്. രൂപപ്പെടുത്തിയത് തീർച്ചയായിട്ടും വിജയം കണ്ടു എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കുറേയധികം മാൽ പ്രാക്ടീസസ് ഇല്ലായിരുന്നെങ്കിൽ റിസൾട്ട് ഒന്നും ആവുമായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ആ മുന്നണി ഒരു വിജയം കണ്ട മുന്നണിയാണ്. പക്ഷേ അതെല്ലാ സ്ഥലത്തും ആ മുന്നണിയുടെ അക്കൗണ്ടിലല്ല ഇന്നത്തെ രാഷ്ട്രീയം മുന്നോട്ട് പോവുക. ഇപ്പോൾ സജീഷ് ഇവിടെ ഇരിപ്പുണ്ട്, ഞാനും ഇവിടെ ഇരിപ്പുണ്ട്. ഒരിക്കലും ഞങ്ങൾക്ക് കേരളത്തിൽ ഒത്തുചേർന്ന് മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത് പലപ്പോഴും തന്ത്രപരവുമാണ്. കാരണം നമ്മളിപ്പോൾ ബംഗാളിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഇടതുമുന്നണിയും ചേർന്നുകൊണ്ട് മത്സരിക്കുകയും തൃണമൂൽ കോൺഗ്രസ് വ്യത്യസ്തമായിട്ട് മത്സരിക്കുകയും ചെയ്തത് വലിയ രീതിയിൽ അവിടെ BJPയെ തടഞ്ഞു നിർത്തുന്നതിൽ ഗുണം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന. അപ്പോൾ മുന്നണികൾ എപ്പോഴും തന്ത്രപരമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചത് ബാധിക്കുന്നതല്ല. ഹരിയാനയിൽ ഇപ്രാവശ്യം സഖ്യമില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ ആ ആരോപണം അന്വേഷിക്കപ്പെടണം, അത് തെളിയിക്കപ്പെടണം. പക്ഷെ ഞങ്ങൾ കേജ്രിവാളിൻ്റെ അറസ്റ്റ്, ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ അറസ്റ്റ്, അതുപോലെ തന്നെ ഹേമന്ത് സോറൻ്റെ അറസ്റ്റ്, ഈ 2 അറസ്റ്റിലും ഞങ്ങൾ എടുത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ടൈമിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം രാഷ്ട്രീയപരമായിരുന്നു. അതല്ലാതെ അഴിമതിയുടെ എതിരെയുള്ള കുരിശുദ്ധമായിട്ടൊന്നും പരിഗണിക്കാൻ കഴിയില്ല. കാരണം അഴിമതി കേസിൽ പെട്ടിരിക്കുന്നവരെ എല്ലാവരെയും BJP സ്വീകരിച്ച് ഉപമുഖ്യമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ആക്കിയ ചരിത്രമാണുള്ളത്. ഇപ്പം അസമിലെ ഹിമന്ത് ബിശ്വ ശർമ്മ മുതൽ മഹാരാഷ്ട്രയിലെ അജിത് പവാർ ഉൾപ്പെടെ അങ്ങനെയുള്ള നേതാക്കന്മാരെ മുഴുവൻ ഒരു വശത്തേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവർക്കെതിരെ യാതൊരു അന്വേഷണവുമില്ല. അവരെല്ലാം വിശുദ്ധന്മാരായി മാറി അവർക്കെതിരെയുള്ള അന്വേഷണങ്ങൾ മുഴുവൻ സ്വിച്ചിട്ട പോലെ നിൽക്കുന്നു എന്നുള്ള പ്രശ്നമുണ്ടല്ലോ. അപ്പം ഇവരെപ്പോഴും രാഷ്ട്രീയത്തെ പരമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് രാജ്യത്തെ സംവിധാനങ്ങൾ, നീതി സംവിധാനങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ കേജ്രിവാളിൻ്റെ അറസ്റ്റ് തന്നെ നമുക്കറിയാം. അത് EDയുടെ കേസ് കഴിഞ്ഞു. EDയുടെ കേസ് കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഇറങ്ങുന്ന ദിവസം CBI അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പം ഒരു കാരണവശാലും ഇവർ പുറത്തേക്ക് വരരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയോട് നടത്തിയിട്ടുള്ള ചില രാഷ്ട്രീയ വൈരാഗ്യത്തോടുള്ള നടപടികളാണ്. ആ നടപടികളെയാണ് നമ്മൾ എതിർക്കുന്നത്. അല്ലാണ്ട് ഒരിക്കലും ഒരു ആരോപണം ഉണ്ടായാൽ അത് അന്വേഷിക്കപ്പെടരുത്, അന്വേഷിക്കുന്നതിന് മുമ്പ് അവരെയെല്ലാം നിരപരാധികളായി പ്രഖ്യാപിക്കപ്പെടണം എന്നുള്ളൊരു നിലപാടൊന്നും കോൺഗ്രസിനില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ രാജിവെക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ സംഘടനയും ഓരോ നേതാക്കന്മാരും ധാർമ്മികത എപ്പോൾ വേണം എന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ മതിയോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് മതിയോ എന്നൊക്കെ ഉള്ളതെല്ലാം അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. ആ ഡിസ്ക്രിപ്ഷനിൽ നിൽക്കും. അതുകൊണ്ടൊന്നും മറ്റു കാര്യങ്ങൾക്കൊന്നും വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോൾ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിരിക്കാം. കാരണം അതല്ലെങ്കിൽ ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായിരിക്കാം. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കൂടി സഖ്യമായിട്ട് ഡൽഹിയിൽ മത്സരിച്ചു. പല സ്ഥലങ്ങളിലും മാറ്റമുണ്ടായപ്പോൾ ഡൽഹിയിൽ ആ മാറ്റമുണ്ടായില്ല. അപ്പോൾ അത് ചിലപ്പോൾ ഞങ്ങളുടെ ഒരു പ്രതിച്ഛായയെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാവാം. അങ്ങനെ പല കാര്യത്തിൽ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണല്ലോ തീരുമാനം എടുക്കുന്നത്. ശരി, അപ്പോൾ എന്തായാലും അത് പാർട്ടിയുടെ തീരുമാനമാണ്. ഇന്റർഫെയർ ചെയ്തായിരുന്നോ? കേട്ടില്ല. അല്ല, അത് നമ്മൾ വിനോദിനെ ഒന്ന് ഡിസ്കണക്ട് ഇടപെട്ടായിരുന്നോ? ഞാനത് വിനോദ് ഡിസ്കണക്ട് ആയിരുന്നു. വിനോദിന്റെ ശബ്ദം ചെക്ക് ചെയ്ത് കേട്ടായിരിക്കും എനിക്ക് തോന്നുന്നു. പൂർത്തിയാക്കിയില്ലെങ്കിൽ തുടരാം. ഓക്കെ. അപ്പം ഞാൻ പറയുന്നത് അതാണ്. അപ്പോൾ ആ രാഷ്ട്രീയ തീരുമാനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഇതൊന്നാക്കുന്നതല്ല. അതേപോലെ തന്നെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചോളം
അത് ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിൽക്കുന്നതിന് വിഘടിതമാവേണ്ട അല്ലെങ്കിൽ അത് തകരേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. കേന്ദ്ര സർക്കാരിനെതിരായിട്ട്, ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനെതിരായിട്ട്, സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഒരുമിച്ച് ചേരുമ്പോൾ തീർച്ചയായിട്ടും അവരെല്ലാവരും ഒരുമിച്ച് തന്നെയാണ്. അത് സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ അവർക്കുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് തന്നെ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും എന്താ പറയുക, ക്രിയാത്മകമായും ഏറ്റവും വാശിയോടുകൂടി വീറോടുകൂടി തന്നെ ആ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നേരിടുകയും ചെയ്യും. കേന്ദ്ര കസേരയിലേക്ക് മടങ്ങി വരുമോ ആ ഒരു സൂചന നൽകിയാണ് അദ്ദേഹത്തിന്റെ രാജ്യപ്രഖ്യാപനം. ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടു. പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവുമൊക്കെ നടന്ന ചില സർവേകളൊക്കെ ജനങ്ങളുടെ ഇടയിലുള്ള ഒരു സംശയവുമൊക്കെ പലപ്പോഴും ഈ കേന്ദ്ര ഏജൻസികളെ സർക്കാരിൻ്റെതായ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നതാണ്. അപ്പോൾ ആ ഒരു സംശയമൊക്കെയാണ് കേജ്രിവാളിനെതിരായ കാര്യത്തിലും 6 മാസത്തോളം അദ്ദേഹം അകത്ത് കടന്നെങ്കിൽ ഇതിലൊന്നും ഒരു തീരുമാനമാകുന്നില്ല. പിന്നെ ഈ പറയുന്ന പോലെ പലരും ഇത്തരത്തിൽ അഴിമതി കേസുകളിൽ പെട്ടവരൊക്കെ, കോടികളുടെ അഴിമതി കേസുകളിൽ പെട്ടവരൊക്കെ BJP-യിലേക്ക് ചേക്കേറുന്നു. അങ്ങനെ അത് ജനങ്ങളുടെ ഇടയിൽ ഒരു സംശയമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാലും. ഇനി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് പറഞ്ഞ കാര്യം, ഞാൻ വീടുകളിലേക്കെത്തും അല്ലെങ്കിൽ തെരുവുകളിലേക്ക് ഇറങ്ങും, വീടുകളിലേക്കെത്തും, ജനങ്ങളോട് പറയും ഞാൻ നിരപരാധിയാണെന്ന് കരുതുന്നുവെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യൂ, അല്ലെങ്കിൽ വേണ്ട, എനിക്ക് നിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറയുമെന്നാണ്. അപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ഈ PR സ്റ്റണ്ട് എന്ന ഒരു വാദത്തിന് അതങ്ങനെ പറഞ്ഞു മാത്രം ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് തോന്നില്ല. ഈ ഒരു ധാരണ, പൊതുജനങ്ങൾക്കിടയിലുള്ള ധാരണ, കേന്ദ്ര ഏജൻസികൾ സർക്കാരിൻ്റെ അല്ലെങ്കിൽ BJP-യുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കപ്പെടുന്നു എന്നൊരു ധാരണ മാറ്റാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട്. ശ്രീ ദിവീഷ്, ഈ ഓണത്തിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ വഴുക്കുമരം കയറ്റം എന്ന് പറഞ്ഞിട്ടൊരു മത്സരം നടക്കും. ഈ വഴുക്കുമരം എന്ന് പറഞ്ഞാൽ ഒരു കവുങ്ങ് ചെത്തി വളരെ മിനുസമുള്ളതാക്കി അതിൽ ഗ്രീസ് അതുപോലെ ഈ പച്ചമുട്ടയൊക്കെ തേച്ച് അതിന് മുകളിലേക്ക് കയറാൻ വളരെ പ്രയാസമുള്ള രീതിയിൽ അത് ഒരു നിലത്ത് ഉറപ്പിക്കും. അത് കഴിഞ്ഞ് അതിലേക്ക് കഷ്ടപ്പെട്ട് കയറി അതിന് ഏറ്റവും മുകളിലെത്തുന്നയാളാണ് വിജയ്. എനിക്കിവിടെ CPM-ൻ്റെ പ്രതിനിധിയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും രണ്ടുപേരും ഓണം ദിവസം കേജ്രിവാളിനെ ന്യായീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന അഭ്യാസം കാണുമ്പോൾ വഴുക്കുമരം കയറുന്ന എൻ്റെ നാട്ടിലെ ചെറുപ്പക്കാരെയാണ് ഓർമ്മ വരുന്നത്. വളരെ കഷ്ടപ്പെട്ടാണ് അവർ കയറിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുകളിലേക്ക് എത്താൻ സാധിക്കില്ല, വളരെ പ്രയാസമാണ്. കാരണം നിങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്ന പ്രതലം വളരെ മിനുസമുള്ളതാണ്, അവിടെ ഗ്രീസ് ഉണ്ട്, പച്ചമുട്ട തേച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ തന്നെ ഒരു കാലത്ത് ആരോപണ വിധേയനാക്കിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളെ വേണമെങ്കിലും ഉൾപ്പെടുത്താം. അവരും ഇങ്ങനെ നിങ്ങൾ ബെയിലെടുക്കണ്ട. അല്ല, നിങ്ങൾ അവർക്ക് വേണ്ടി ബെയിലെടുക്കണം. ഇവിടെ ഈ രണ്ടു കൂട്ടരും കാണിക്കുന്ന അഭ്യാസം എന്താ? ഡൽഹി ലിക്കർ സ്കാമിൽ 100 കോടിയുടെ അഴിമതി നടന്നുവെന്നും അതുകൊണ്ട് കേജ്രിവാളിനെതിരായിട്ടുള്ള നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി കൊടുത്ത പാർട്ടിയുടെ പ്രതിനിധിയാണ് രാജു P. നായർ. നിരന്തരമായി ഡൽഹി ലിക്കർ സ്കാമിന്റെ പേരിൽ ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തുകയും കേജ്രിവാൾ അഴിമതിക്കാരനാണെന്നും ഇയാളെ പുറത്തുവിടുന്നില്ല, ജയിലിൽ അടയ്ക്കണമെന്നും നിരന്തരമായി ആവശ്യപ്പെട്ടത് ഡൽഹിയിലെ കോൺഗ്രസ് ഘടകമാണ്. അവരാണ് പരാതി കൊടുത്തത്, അവരാണ് പരാതിക്കാർ, ഏറ്റവും ആദ്യം മുന്നിൽ നിന്ന് അവരാണ്. ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ മുന്നണിയുടെ ഭാഗമായപ്പോൾ കേജ്രിവാൾ മാന്യനായോ? മാത്രമല്ല, കേജ്രിവാളിനെ ഒരു സുപ്രഭാതത്തിൽ അറസ്റ്റ് ചെയ്യുകയല്ലേ ഉണ്ടായത്. ഇപ്പോൾ ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ തലേ ദിവസം അറസ്റ്റ് ചെയ്ത പോലെയാണോ? അങ്ങനെയല്ല. ആ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി ഉപമുഖ്യമന്ത്രി എത്ര കാലം അറസ്റ്റ് ചെയ്ത? ആ കേസുമായി ബന്ധപ്പെട്ട് സഞ്ജയ് സിംഗിനെ അതിനും എത്ര കാലം മുമ്പ് അറസ്റ്റ് ചെയ്ത? അപ്പോൾ ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രിയും സഞ്ജയ് സിംഗും അടക്കമുള്ള ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ കേസിൽ അതിനും എത്രയോ കാലം അറസ്റ്റിലായിട്ടുണ്ട്. കേജ്രിവാൾ മുഖ്യമന്ത്രി എന്ന അദ്ദേഹത്തിന്റെ പദവി ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഏജൻസികളുടെ നിരന്തരമായിട്ടുള്ള ഹാജരാവാനുള്ള നോട്ടീസിനെ ഇവേഡ് ചെയ്തുകൊണ്ട് നടക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിലൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി ഹാജരാവാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഹാജരായിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന അവസ്ഥ എന്താണ്? അപ്പൊ മുഖ്യമന്ത്രി എന്ന പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഏതിനെയൊക്കെയാണോ ഒരു കാലത്ത് കേജ്രിവാൾ എതിർത്തത്, ഏതൊക്കെ തരത്തിലുള്ള ഈ അധികാരത്തിന്റെ ദുർവിനിയോഗത്തെയാണോ കേജ്രിവാൾ ഒരു കാലത്ത് എതിർത്ത് ഈ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ അപ്പോസ്തലനായി ഈ രാജ്യത്ത് നിലയുറപ്പിച്ചത്, ആ രീതികളെല്ലാം അവലംബിച്ചുകൊണ്ട് ഈ അഴിമതി അന്വേഷണത്തെ തകർക്കാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടി കേജ്രിവാൾ പലതവണ പരിശ്രമിച്ച് പരാജയപ്പെട്ടതിന് ശേഷമാണ് അയാൾ ജയിലിലേക്ക് പോയത്. അതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പോയി കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയല്ല ഉണ്ടായത്. ഒരു തവണയല്ല, 9ഓ 10ഓ തവണയാണ് കേജ്രിവാൾ EDയുടെ ഹാജരാവാനുള്ള നോട്ടീസ് അനുസരിക്കാതിരുന്നത്. ഇവിടെ ഇന്ന് സുപ്രീം കോടതിയിലെ ജാമ്യം കിട്ടിയതിനെ ആഘോഷിക്കുന്നുണ്ടല്ലോ ആം ആദ്മി പാർട്ടിയുടെ വക്താവ്. ഞാൻ ചോദിക്കട്ടെ, ഇതേ സുപ്രീം കോടതി നേരത്തെ കേജ്രിവാൾ ബെയിൽ ആപ്ലിക്കേഷനുമായി പോയപ്പോൾ ഇതിൽ മണി ട്രെയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഡൽഹി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, മണി ട്രെയിൽ കണ്ടെത്തിയിട്ടുണ്ട്, അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ കേസിലെ മെറിറ്റുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വിധിയിൽ യാതൊരു തരത്തിലുള്ള പരാമർശമില്ല എന്ന് മാത്രമല്ല,
ഈ ലീഗൽ നടപടികളെല്ലാം ഇതിൽ 2 അംഗ ജഡ്ജായിരുന്നുണ്ടായിരുന്നത്. ആ 2 അംഗ ജഡ്ജ് ബെഞ്ചിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ വിധിയിൽ പറഞ്ഞിട്ടുണ്ട്, ലീഗൽ നടപടികളെല്ലാം കൃത്യമായിരുന്നു, അതിനെയൊന്നും വിമർശിക്കാൻ സാധിക്കില്ല. പക്ഷേ സിവിൽ ലിബർട്ടിയുടെ പേരിൽ മാത്രമാണ് കേജ്രിവാളിന് ജാമ്യം കിട്ടിയിട്ടുള്ളത്. അത് മാത്രമല്ല, മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള ഒരു തരത്തിലുള്ള കാര്യവും ചെയ്യാൻ സാധിക്കില്ല. വാസ്തവത്തിൽ കേജ്രിവാൾ വർഷങ്ങളായി ഇത് തന്നെയാണ് ചെയ്യുന്നത്, ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ കേജ്രിവാളിന് ഒരു ഫയലിൽ ഒപ്പിടാൻ സാധിക്കില്ല, മുഖ്യമന്ത്രി ഓഫീസിൽ പോകാൻ സാധിക്കില്ല, ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റില്ല, കർശനമായിട്ട് സാക്ഷികളെ സ്വാധീനിക്കാൻ സാധിക്കില്ല എന്നൊക്കെ കർശനമായിട്ടുള്ള ബെയിൽ കണ്ടീഷൻ വെച്ചുകൊണ്ട് ഒരു ബെയിൽ കൊടുത്തതിനെ അക്വിറ്റ് ചെയ്തവരെ ആഘോഷിക്കുകയാണ്. ഇതിൽ അഴിമതിയുടെ പങ്കുണ്ട്, അതിൽ മണി ട്രെയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ നേരത്തെയും കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ എന്താ പറയുന്നത്? മുഖ്യമന്ത്രിമാരെ മുഴുവൻ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ളവരെ മുഴുവൻ ഉപദ്രവിക്കുന്നു എന്നൊരു ന്യായം കൊണ്ടുവരുന്നുണ്ടല്ലോ. ഇതേ കേജ്രിവാളിന്റെ പാർട്ടിക്കാർ, ഇതേ ആം ആദ്മി പാർട്ടിക്കാർ മറ്റു പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ അഴിമതിക്കാരാണെന്ന് പറയുന്നുണ്ടല്ലോ, പല സ്ഥലങ്ങളും പറയുന്നുണ്ടല്ലോ. ഇനി ഇവിടെ ഇരിക്കുന്ന എസ് കെ സജീഷ് ബംഗാളിൽ പോയി കഴിഞ്ഞാൽ എന്താ പറയുക? എസ് കെ സജീഷിന്റെ നേതാവ് റഹീം ബംഗാളിൽ പോയിട്ട് അവിടെ നടന്ന വലിയ റാലിയിൽ എന്താ പ്രസംഗിച്ചത്? ദ മോസ്റ്റ് കറപ്റ്റ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ. മമതാ ബാനർജി ഗവൺമെന്റിനെ കുറിച്ച് പ്രസംഗിച്ചതാ, റഹീം പ്രസംഗിച്ചതാ. കേരളത്തിലുള്ള MP ആണല്ലോ അദ്ദേഹം പോയി പ്രസംഗിച്ചത്. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി സർവത്ര അഴിമതിക്കാരിയാണ്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരിയാണെന്ന് DYFIയുടെ അഖിലേന്ത്യാ നേതാവ് MP ബംഗാളിൽ പോയി പ്രസംഗിക്കും. പക്ഷേ അവർക്ക് നേരെ നടപടി വന്നാൽ കേരളത്തിലെ ചാനൽ ഇരുന്നിട്ട് അതിനെ പ്രതിരോധിക്കും. അത് നരേന്ദ്രമോദിയുടെ ഗൂഢാലോചനയാണെന്ന് പറയും. ഇനി ഇവിടെ പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് രാജു P നായർ ചോദിക്കും. പക്ഷേ നാളെ പിണറായി വിജയനെതിരെ നടപടി വന്നു കഴിഞ്ഞാൽ ഡൽഹിയിൽ ഇരുന്നിട്ട് കോൺഗ്രസ്സുകാർ ചോദിക്കും ഇത് ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഗൂഢാലോചനയാണെന്ന് പറയും. ഇതേ എല്ലാ സംസ്ഥാനങ്ങളും ഇത് തന്നെയല്ലേ അവസ്ഥ? പരസ്പരം ഇവർ അഴിമതി ആരോപിക്കുന്നു. ഈ ഹേമന്ത് സോറനെതിരെ ഇവർ അഴിമതി ആരോപിച്ചിട്ടില്ലേ? ഹേമന്ത് സോറൻ അഴിമതിക്കാരനല്ല എന്ന് അവരുടെ സംസ്ഥാനത്തിലെ കോൺഗ്രസ്സുകാർക്ക് അഭിപ്രായമുണ്ടോ? ഇല്ല. അപ്പൊ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് തന്നെയാണ് പരിപാടി. പരസ്പരം അഴിമതി ആരോപിക്കുക, പരസ്പരം പരാതി കൊടുക്കുക, എന്നിട്ട് നടപടി വരുന്ന സമയത്ത് അയ്യോ ഞങ്ങളുടെ ആളെ അറസ്റ്റ് ചെയ്തതെന്ന് പറയുക. ഇവിടെ കേജ്രിവാളിന് അനുകൂലമായിട്ട് യാതൊന്നും സംഭവിച്ചിട്ടില്ല. ലാലു പ്രസാദ് യാദവിനും ജാമ്യം കിട്ടിയിട്ടുണ്ട് ഈ നാട്ടിൽ. പല കേസുകൾപ്പെട്ട ആളുകൾ ഈ നാട്ടിൽ ജാമ്യം എന്തായാലും അത് ജനങ്ങളോട് എങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി കൺവേ ചെയ്യുക? ഞാനിപ്പോ അവസാനിപ്പിക്കാം. അല്ലല്ല, ഒരു സെക്കൻഡ് ഞാൻ അവസാനിപ്പിക്കാം. ദിവിഷേ ഒരു മിനിറ്റ്. ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി വലിയ മാലാഖ കളിച്ചല്ലോ. ഈ കേജ്രിവാൾ മുഖ്യമന്ത്രിയൊക്കെ ആവുന്നതിന് മുമ്പ് പറഞ്ഞിരുന്ന കാര്യം എന്താണ്? ആദ്യം രാജി, പിന്നീട് അന്വേഷണം. ഇതായിരുന്നില്ലേ നിലപാട്? എല്ലാ കേസുകളിലും അങ്ങനെയായിരുന്നില്ലേ നിലപാട്? എന്തേ മുഖ്യമന്ത്രിയായപ്പോ നിങ്ങളുടെ നിലപാട് മാറി? രാഷ്ട്രീയത്തിൽ വന്നപ്പോ നിലപാട് മാറി. ഇപ്പോ വക്താവ് പറയുന്നത് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു മിനിറ്റ് തടസ്സപ്പെടുത്തും. ഇല്ലല്ല, ഒരു മിനിറ്റ്. ഞാനിപ്പോ ഞങ്ങളുടേത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞ ന്യായീകരണം നടത്തിയാണ്. ഞങ്ങളുടേത് നിങ്ങളുടേത് പോലെയുള്ള പാർട്ടിയല്ല, ഞങ്ങൾ എന്തോ പരിചിതമായ സംഭവമാണ് എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടിരുന്നവർ എങ്ങനെ എന്ന് നിലപാട് മാറ്റി? ഇന്ത്യ മഹാരാജ്യം കണ്ട ഏറ്റവും വലിയ കള്ളന്മാരുടെ അഴിമതിക്കാരുടെ കൂടാരമാണ് ആം ആദ്മി പാർട്ടി. അതിന്ന് തുടങ്ങിയ കാലത്ത് എത്ര പേര് പുറത്തുപോയി? വിനോദിന് അണ്ണാ ഹസാരയെ പോലൊരു വ്യക്തി പോലും കേജ്രിവാളിനെ തള്ളി പുറത്തുപോയിരിക്കുന്നു. കേജ്രിവാൾ എന്ന് പറയുന്നത് കാപട്യക്കാരനും അഴിമതിക്കാരനും കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാം പുറത്തു പോയിട്ടുള്ളത്. വിനോദ്, ഞാൻ പറഞ്ഞു തീരട്ടെ, അത് കഴിഞ്ഞ് സംസാരിക്കേ. ഇത് ഡൽഹിയിലെ അസംബ്ലി അല്ല. നിങ്ങൾ കേട്ടോ, ഞാൻ പറയുന്നത് സന്ദീപ് നിർത്തി വിനോദ് പറയൂ. കേജ്രിവാളിനെ കുറിച്ച് പറഞ്ഞ നിങ്ങൾക്ക് എന്താ പ്രശ്നം? കളനാന്ന് കോൺഗ്രസ് അല്ലേ പറഞ്ഞു? രാജു P നായരുടെ പാർട്ടിയല്ലേ കേജ്രിവാൾ കളനാന്ന് പറഞ്ഞത്? ഞാനാണോ? ഇനി വിനോദ് പറയട്ടെ. രാജു P നായർ പറയട്ടെ ഒരു മിനിറ്റ് അഴിമതി നടത്തിയിട്ടില്ല. രാജു P നായർ പറയട്ടെ. ശരി സന്ദീപ് പ്ലീസ്. വിനോദ് മറുപടി പറയട്ടെ. പാർട്ടി നിലപാടാണെന്നേ. വിനോദ് പറഞ്ഞോളൂ. സന്ദീപ് ദിനേശ്, ഞാൻ ഇതിനകത്ത് പറയുന്നത് ഇവരെ ആകെ വെടികൊണ്ട പന്നിയെ പോലെ കിടന്ന് പാകുകയാണ് കേജ്രിവാളിന് മുമ്പിൽ. എല്ലാ പരിപാടിയും ഇവിടെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ. അതായത് രാഷ്ട്രീയത്തിൽ അഴിമതിയാ. ഞങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടിയായി വന്നപ്പോൾ ഞങ്ങളെ 4 ചുറ്റിൽ നിന്നും, ഞങ്ങളെ എല്ലാ വശത്തു നിന്നും ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഞങ്ങൾക്കെതിരെ ലഫ്റ്റനന്റ് ഗവർണർക്ക് പരമാധികാരം കൊടുക്കുന്ന സംവിധാനത്തെ കൊണ്ടുവന്നു.
ഞങ്ങളുടെ ഗവൺമെന്റിനെ എല്ലാവിധത്തിലും ശിഥിലമാക്കാൻ ശ്രമിച്ചപ്പോൾ പക്ഷെ ഒരു കാര്യം വിനോദ് ഞാൻ ചോദിച്ചോട്ടെ, ഒരു കാര്യം ഇപ്പൊ ഈ ആം ആദ്മി പാർട്ടി ഉണ്ടാകുന്നത് തന്നെ ഇന്ത്യയിലെ ഒരു വലിയ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. കാരണം അത്രയേറെ അടുത്ത കാലത്തോ സമീപകാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു ജനവികാരം രൂപപ്പെട്ടാണ് ഈ പാർട്ടി ഉണ്ടാകുന്നത്. അഴിമതിക്കെതിരായ ശക്തമായ പോരാട്ടം. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയിൽ നിന്ന് കൂടുതൽ ആളുകൾ പ്രതീക്ഷിക്കും സ്വാഭാവികമായിട്ട്. കാരണം അവർ അത്രയേറെ പരിശുദ്ധിയോടുകൂടി സംവിധാനത്തെ കാണുമെന്ന് അവർ വിചാരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഇപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ ഈ പറയുന്ന പോലെ അദ്ദേഹം എന്തോ രക്ഷപ്പെട്ടു വന്ന പോലെയല്ല, ജാമ്യം കിട്ടിയിട്ടേ ഉള്ളൂ. ഈ എന്തൊക്കെയോ കാര്യമായിട്ട് നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അപ്പൊ അതുപോലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ആം ആദ്മി പാർട്ടി. ശരി, അല്ല ഇത്രയും ആരോപണങ്ങൾ ഉയർന്നില്ലേ? ആരോപണങ്ങൾ ഉയരുമ്പോൾ അത് മാറി നിന്ന് ശരി ആരോപണങ്ങൾ വന്നെങ്കിൽ ഞങ്ങൾ ഇതാ മാറി നിൽക്കുന്നു, നിങ്ങൾ തെളിയിക്കും, ഞങ്ങൾ ധൈര്യത്തോടെ നേരിടുമെന്ന് പറയണ്ടേ? അതല്ലേ ആം ആദ്മി പാർട്ടി? അഴിമതിക്കെതിരെ സന്ധിയില്ലാ പോരാട്ടം ആരംഭിച്ച ആം ആദ്മി പാർട്ടി എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആരോപണത്തെ നേരിടുന്നത്? ഞങ്ങളിതാ മാറി നിൽക്കുന്നു, നിങ്ങൾ അന്വേഷിച്ച് തെളിയിക്കൂ, കാണാമല്ലോ, ഞങ്ങളുടെ സത്യസന്ധത ഞങ്ങൾക്കറിയാമെന്ന് പറയണ്ടേ? അത് പറയാതെ 6 മാസം ഇങ്ങനെ നിന്ന് ഇപ്പോൾ പെട്ടെന്ന് ഒരു വളരെ വൈകാരികമായ ഒരു കാര്യം സംസാരിക്കുന്നതിലൊരു സംശയമാണ്. പറഞ്ഞു ശരി, ഇടയ്ക്ക് എനിക്ക് സമയം തന്നെ, ഇടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫ്ലോ പോകും. ഞാൻ പറയുന്നത് ഞാൻ നോക്കൂ, ഇത് അഴിമതി ആരോപണമാണെന്നേ. 2G സ്പെക്ട്രം കേസ് അഴിമതി ആരോപണമായിട്ട് കൊണ്ടുവന്നതല്ലേ? എത്ര പേര് ജയിലിൽ കിടന്നു നമ്മൾ കണ്ടതല്ലേ? എത്ര പേര് ജയിലിൽ കിടന്നു? രാജി അടക്കം ജയിലിൽ കിടന്നു, കനിമൊഴി ജയിലിൽ കിടന്നു. അവസാനം ആ കേസ് എന്തായി? കേസ് റദ്ദ് ചെയ്ത് കളഞ്ഞില്ലേ? ഇവരെ 6 മാസം 7 മാസം ജയിലിൽ കിടന്ന് ആരതിന് നടപടിയെടുത്തു? ആരതിന് മുമ്പോട്ട് പോയി? 2G സ്പെക്ട്രം കേസ് ഒന്നുമല്ലെന്ന് കോടതി വിധിച്ചില്ലേ? 2G സ്പെക്ട്രത്തിന്റെ കേസിൽ അഴിമതി എന്നും പറഞ്ഞല്ലേ? നിങ്ങളുടെ മൊത്തം മൂവ്മെന്റ് ഉണ്ടായത് അറിയില്ലേ? ഒരു മിനിറ്റ്, നിങ്ങൾ ഒറ്റ ആർഗ്യുമെന്റ് നിങ്ങളുടെ സെൽഫ് ഗോളാണ്. വിനോദ് മാത്യു, നിങ്ങൾ നമ്മുടെ 2 അതിഥികൾ കൂടി ഉണ്ട്, അവരിലേക്ക് കൂടി പോകണം. അങ്ങനെയാണെങ്കിൽ ലിക്കർ സ്കാമിന് അഴിമതി ഉണ്ടല്ലോ. ഒരു മിനിറ്റ് തിരുവോണ ദിവസമാണ്, തല്ലുകൂടുണ്ടായെന്ന് വിചാരിച്ചാണ് ചർച്ച തുടങ്ങിയത്. ശരി, ഇത് സെൽഫ് ഗോളാണ്. സന്ദീപ് ഒരു മിനിറ്റ്, രണ്ടുപേരും ഒരു മിനിറ്റ്, 2G സ്പെക്ട്രം കേസ് അഴിമതി ഉണ്ടോ ഇല്ലോ? രണ്ടുപേരും ഒരു മിനിറ്റ് പ്ലീസ്. അല്ല ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് നമ്മുടെ നാട്ടിൽ എനിക്കവിടെ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് പറയാം, എന്തെങ്കിലും ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്തപ്പോ അങ്ങനെയല്ലേ, അപ്പൊ ഞങ്ങൾക്ക് വരുമ്പോ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ സന്ദീപ് ഒരു മിനിറ്റ്, സന്ദീപ് ഒരു മിനിറ്റ് വിനോദ് പൂർത്തിയാക്കട്ടെ. ഒരു മിനിറ്റ്, ഞാൻ ഒരു തിരുവോണ ദിവസം നമുക്ക് വളരെ ആരോഗ്യകരമായ ചർച്ചയാണ്. സത്യത്തിൽ ശബ്ദം കൊണ്ട് യുദ്ധം ചെയ്യാൻ വയ്യ, അതുകൊണ്ടാണ്. സന്ദീപ് പ്ലീസ്, അല്ല വിനോദ് ഒന്ന് പൂർത്തിയാക്കിയോട്ടെ. അല്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ടു, അത് അവിടെ അവസാനിച്ചു. സന്ദീപ് ഒരു മിനിറ്റ് പ്ലീസ്. സംസാരിച്ചില്ലേ? ആ ശരി, ഞാൻ സംസാരിക്കുമ്പോൾ അയാൾ സംസാരിച്ചോ, പിന്നെ എനിക്ക് സംസാരിച്ചിട്ടുണ്ടാ? നിങ്ങൾ ഉണ്ടായിരിക്കും, എന്റെ ടൈമല്ലേ? അയാൾ ഞാൻ സംസാരിക്കുന്ന അയാൾ സംസാരിച്ചില്ല, പിന്നെ എനിക്ക് ഒരു മിനിറ്റ് കേൾക്കാമോ? നിങ്ങളുടെ പാർട്ടി ഉണ്ടായത്. സന്ദീപ് വിനോദ് രണ്ടുപേരും കേൾക്കൂ പ്ലീസ്. രണ്ടുപേരും ഒന്ന് കേൾക്കൂ. ഒരു മിനിറ്റ് സന്ദീപ് ഒരു മിനിറ്റ്. വിനോദ് പ്ലീസ് നിർത്തൂ, ഒരു മിനിറ്റ് നിർത്തൂ പ്ലീസ്. സന്ദീപ് പ്ലീസ് ഒരു മിനിറ്റ് സംഭവിച്ചോ? കറപ്ഷൻ നടന്നോ? ഒരു മിനിറ്റ് സെൽഫ് കോടതി ഉരുളുന്നത് പ്ലീസ്. ഒരു മിനിറ്റ് ദയവായി ഒരു മിനിറ്റ്. ഇത് വിനോദ്, എനിക്ക് തോന്നുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും തങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം വരുമ്പോൾ അവർക്കെതിരെ വന്നപ്പോൾ അവരിങ്ങനെയല്ലേ ചെയ്തത്? ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മൾ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി, അവർക്ക് അവരുടേതായ നിയമ സംവിധാനം അല്ലെങ്കിൽ നീതിയുടെ സംവിധാനമുണ്ട്. അത് ഞങ്ങൾ വളരെ പരിശുദ്ധിയോടുകൂടി അത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തെളിയിക്കണം. അല്ലാതെ 2G സ്പെക്ട്രം ഉണ്ടായപ്പോൾ അങ്ങനെയല്ലായിരുന്നു എന്നല്ല. നിങ്ങൾ എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വരുന്നത്? ആം ആദ്മി പാർട്ടി എങ്ങനെയാണ് രംഗപ്രവേശനം ചെയ്യുന്നത്? അവരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചത് എന്താണ്? ആ ഒരു സംശയമാണ്. ചർച്ച തുടരുകയാണ്. ശ്രീ SK സജീഷിലേക്കും ശ്രീ രാജു പി നായരിലേക്കും ആദ്യമേ ഒരു ക്ഷമ ചോദിക്കുകയാണെങ്കിൽ 5 മിനിറ്റാണ് അവശേഷിക്കുന്നത്. 2.5 മിനിറ്റ് വീതം രണ്ടുപേർക്കും. ശ്രീ സജീഷ്, ഇത് ദേശീയ രാഷ്ട്രത്തിൽ എന്തെങ്കിലും കാര്യമായ ഒരു ചലനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കെജ്രിവാളിന്റെ വരവ്?
കേൾക്കാമോ? കേൾക്കാം പറഞ്ഞു. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം സജീഷ് പറഞ്ഞോളൂ. ആ, അപ്പോൾ ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിനപ്പുറത്തേക്ക് ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട്. സന്ദീപ് വാര്യർ പറഞ്ഞത് രാജ്യത്ത് മമതാ ബാനർജി ഉൾപ്പെടെയുള്ള ആളുകൾ അഴിമതി നടത്തുമ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ വേറെ വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നു എന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെയല്ല. അഴിമതി നടത്തുന്നതിനെക്കുറിച്ച് ഞങ്ങൾ കൃത്യമായി ബംഗാളിലും പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നല്ലോ ശാരദാ ചിറ്റ്സ് കേസ്. ശാരദാ ചിറ്റ്സ് കേസുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് BJP സ്വീകരിച്ചത്? അവിടെ സുവേന്ദു അധികാരി എന്ന് പറയുന്ന ആളെ BJPയിൽ ചേർന്നതിൻ്റെ ഭാഗമായി നിങ്ങൾ കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു. അതുപോലെ തന്നെ ഹേമന്ത് ബിശ്വ ശർമ്മ, നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കല്ലേ അദ്ദേഹത്തെ എത്തിച്ചത്? ഈ പറഞ്ഞ ശാരദാ ചിറ്റ്സ് കേസുമായി ബന്ധപ്പെട്ടെന്നയാളല്ലേ? പിന്നെ ഏതെല്ലാം ഞാൻ എണ്ണി പറയാൻ സമയമുണ്ടോ എന്നറിയില്ല. 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചു പോകാം. ആദർശ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന മഹാരാഷ്ട്രയിലെ അശോക് ചവാൻ CBI അന്വേഷണം നേരിട്ട ആളാണ്. BJPയിലേക്ക് വന്നപ്പോൾ അന്വേഷണവുമില്ല, CBIയും ഇല്ല. ഗോവയിൽ ദിഗംബർ കാമത്ത്, അദ്ദേഹം ജലവിതരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം നേരിട്ട ആളാണ്. BJPയിലേക്ക് വന്നപ്പോൾ അന്വേഷണവുമില്ല, ഒന്നുമില്ല. CBI ആ വഴി വിട്ടുപോയി. ഇപ്പോൾ നിങ്ങളുടെ നേതാവായി മാറി അവിടുത്തെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ NCPയിലെ അജിത് പവാറിൻ്റെ സ്വത്തുൾപ്പെടെ കണ്ടുകെട്ടിയതാണ്. ED അന്വേഷണം ഉണ്ടായതാണ്. സഹകരണ ബാങ്ക് കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിൻ്റെ പേരൊഴിവാക്കി. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്ന ചഗൻ, അദ്ദേഹത്തിൻ്റെ ED കേസും ഇതേപോലെ തന്നെയായി. മുൻ മുഖ്യമന്ത്രിയായിരുന്ന നാരായൺ റാണെ BJPയിലേക്ക് വന്നു, കള്ളപ്പണ കേസ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു, എല്ലാം തേച്ചു മാച്ചു കളഞ്ഞു. പ്രഫുൽ കൃഷ്ണ BJPയിലേക്ക് വന്നു, കള്ളപ്പണത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ സ്വത്തുൾപ്പെടെ ED കണ്ടുകെട്ടിയതായിരുന്നു. ഇപ്പോൾ അത് കാണാനേ ഇല്ല, കേസ് എവിടെയുമില്ല. ശിവസേനയുടെ ഭാഗമായി ഭാവന ഗാവലി കള്ളപ്പണത്തിൻ്റെ പേരിൽ ED കേസ് ഉണ്ടായിരുന്നു, കേസുമില്ല, ഒന്നുമില്ല. അദ്ദേഹം BJPയിലേക്ക് വന്നു. അമരേന്ദ്ര സിംഗ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു പഞ്ചാബിൽ, അദ്ദേഹത്തിൻ്റെ പേരിൽ നിരവധിയായ കേസുകൾ ഇതുപോലെ ഉണ്ടായിരുന്നു. കേസെല്ലാം അവസാനിപ്പിച്ച് ED പോയ വഴി ഏത് എന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലെ ഇപ്പോഴത്തെ BJPയുടെ മുഖ്യമന്ത്രി നേരത്തെ കോൺഗ്രസ് ആയിരുന്നു, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നിരവധി കേസുകൾ ഉണ്ടായിരുന്നു, ഒരു കേസും ഇപ്പോൾ എവിടെയും കാണാനില്ല. മാത്രവുമല്ല, നിങ്ങൾ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസ് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതിനുകൂടി BJP മറുപടി പറയേണ്ടതുണ്ട്. ഒന്ന്, ഈ കേസിനകത്ത് മാപ്പുസാക്ഷിയായ ഒരു വ്യക്തിയുണ്ടല്ലോ, ആ മാപ്പുസാക്ഷിയായ ആൾ 34 കോടി രൂപയാണ് BJPക്ക് ഇലക്ഷൻ ബോണ്ടായി നൽകിയത്. അത് ശരത് ഷെഡ്ഡി എന്ന് പറയുന്ന അരവിന്ദ ഫാർമയുടെ MD ആയി പ്രവർത്തിച്ച വ്യക്തി. BJPക്ക് ഇലക്ഷൻ ഫണ്ടായി കൊടുത്തു. അല്ല, ഇതിപ്പോ സാക്ഷിയാക്കി മറ്റുള്ള ആളുകളെ പ്രതിയാക്കുന്നത്. ഇത്തരം ഒരു കാര്യം ഞാൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. എനിക്ക് ശബ്ദത്തിന്റെ ഒരു പ്രയാസം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങ് ഇങ്ങോട്ടുള്ളത് ഞാൻ ശരിക്കും രാജു പി നായർ പൂർത്തീകരിച്ചോട്ടെ. രാജു പി നായർ പറയും. അല്ല, ഞാൻ ഒന്ന് രണ്ട് വാചകം കൂടി പറയണമെന്നുണ്ട്. നോക്കൂ, എന്താണെന്നറിയോ, ഇവിടെ അല്ല, ഒറ്റ വാചകം ഒറ്റ വാചകത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പറഞ്ഞോളൂ. ഞാൻ കേൾക്കുന്നില്ല, അതാണ്. പറഞ്ഞോളൂ. അതായത് ഇത്രയാണ് BJP 6065 കോടി രൂപ ഇലക്ഷൻ ബോണ്ടിലൂടെ സ്വരൂപിച്ചത് രാജ്യത്ത് അഴിമതിക്ക് കുട പിടിച്ചുകൊണ്ടാണ്. ഞാൻ മുഴുവൻ ലിസ്റ്റും പറയാൻ സമയം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട കേസിലെ മാപ്പ് സാക്ഷി ഞാൻ പറയട്ടെ. നോക്കൂ, ഇവിടെ ഇപ്പൊ 3G കേസിനെ സംബന്ധിച്ചും 2G കേസിനെ സംബന്ധിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കേണ്ടായി. എന്തായിരുന്നു രാഷ്ട്രീയ സമീപനം? UPയുടെ സമയത്ത് ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ മുഴുവൻ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് അന്ന് രാജിവെക്കുകയും അതിന് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ BJPയുടെ പറയുന്ന കേസാണല്ലോ, ഒരൊറ്റ കേസ് പോലും 10 വർഷം നരേന്ദ്രമോദി ഇരുന്നിട്ട് കോൺഗ്രസിനെതിരായിട്ട് FIR ഇട്ടിട്ടില്ല. എല്ലാ FIRും UPയുടെ ഭരണകാലത്ത് ഇട്ടതാണ്, 2G ഉൾപ്പെടെ എല്ലാ കേസും. അപ്പം ഞങ്ങൾ ആ ധാർമ്മികത കാണിച്ചിരുന്നു. പക്ഷേ ഇവിടെ തിരിച്ചെന്താ? ഇപ്പൊ BJP സജീഷ് ഇവിടെ പറഞ്ഞ പോലെ നിരന്തരമായ കേസുകൾ, ഞാൻ അത് കൂടുതലായിട്ട് പറയുന്നില്ല. ഈ കേസുകളൊന്നും ഒരു FIR ഇട്ട കേസുകളൊന്നും മുന്നോട്ട് പോകുന്നില്ല, അതെല്ലാം നിന്നു. അതുമാത്രമല്ല, RSSന്റെ നേതാക്കന്മാർ CPMന്റെ നേതാക്കന്മാരായിട്ട് ചർച്ച നടത്തിയിട്ട് ഒരു രാജ്യദ്രോഹ കേസും കറൻസി കടത്തും സ്വർണ്ണക്കള്ളക്കടത്തും ഉൾപ്പെടെയുള്ള കേസുകൾ ഒത്തുതീർക്കുകയാണ്. FIR ഇടുന്നില്ല, അന്വേഷണം പോകുന്നില്ല, പോട്ടെ ചോദ്യം പോലും ചെയ്യാൻ തയ്യാറല്ല.
പിണറായി വിജയന്റെ ഒരു ബാഗിലാണ് ഈ ഇതെല്ലാം തുടങ്ങുന്നതെന്നാണല്ലോ സ്വപ്ന സുരേഷ് പറഞ്ഞത്. ശിവശങ്കർ റാറ്റിഫൈ ചെയ്തു. നാളിതുവരെയായിട്ട് പിണറായി വിജയനോട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബാഗ് ഉണ്ടായിരുന്നോ എന്നെങ്കിലും ചോദിക്കണ്ടേ? അതുപോലും ചോദിക്കുന്നില്ല. അതിന് RSSന്റെ ദൂതന്മാർ വരുന്നു, മുഖ്യമന്ത്രിയുടെ ദൂതന്മാർ ADGPമാർ വരുന്നു, വന്നിട്ട് ചർച്ച നടത്തുന്നു, കോവളത്ത് ചർച്ച നടത്തുന്നു, തൃശ്ശൂർ ചർച്ച. അപ്പൊ രാഷ്ട്രീയ ഉപകരണമാക്കി ഇവരെ എല്ലാം മാറ്റി സംസാരിച്ചതെന്ന് പുറത്തു വന്നിട്ടുണ്ടല്ലോ. എല്ലാവരെയും മാറ്റി. ശരി, ഞാൻ സതീശന്റെ സതീശൻ എന്തായാലും ഈ തർക്കം സ്വാഭാവികമായിട്ട് നമുക്ക് തുടരാനേ നിർവാഹമുള്ളൂ. ഈ തർക്കം തുടരാനേ നിർവാഹമുള്ളൂ. രാഷ്ട്രീയ യുദ്ധങ്ങളും രാഷ്ട്രീയ പോരാട്ടങ്ങളും ഒക്കെ തുടരട്ടെ. 4 അതിഥികളെയും കാണിക്കുക, ദയവായി 4 അതിഥികളെയും കാണിക്കുക. രാഷ്ട്രീയ പോരാട്ടങ്ങളും ഒക്കെ തുടരട്ടെ, വളരെ സജീവമായി മുന്നോട്ട് പോട്ടെ. വരുന്ന ദിവസങ്ങളിൽ ചൂടേറിയ ചർച്ചകൾ നടക്കട്ടെ. പക്ഷേ തിരുവോണ ദിവസമാണ്, സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ നല്ല കാഴ്ചകൾ തുടരട്ടെ. എല്ലാവർക്കും തിരുവോണ ദിന ആശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്. പങ്കുചേർന്നതിന് ഒരുപാട് സന്തോഷം. നന്മകളുണ്ടാവട്ടെ. ശരി, കാണാം.